ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മളൊരു കാര്യം അതിയായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം വരെ നമുക്കത് നേടിത്തരാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കും. പ്രശസ്തനായ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചേച്ചി തുടങ്ങുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. വലിയ രീതിയിൽ മോട്ടിവേഷനൊക്കെ നടത്താൻ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറൊന്നും അല്ല കേട്ടോ. പക്ഷേ എല്ലാവരും എന്നെ ചേച്ചി 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 എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ പ്രായത്തിൽ കുറഞ്ഞവരും പ്രായത്തിൽ കൂടിയവരും എല്ലാവരും തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന അവരുടെ സംശയങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ ഇതെല്ലാം ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തിങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഞങ്ങൾ വളരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, ഞങ്ങൾ വളരെയധികം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നെഗറ്റീവായിട്ട് പോകുന്നു. ഓരോ തവണ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോപ്പ് പോയി, മൊത്തത്തിൽ തളർന്നു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മൊത്തത്തിൽ തളർന്ന രീതിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ 2 അണ്ഡാശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് എഗ്ഗ് പുറത്തേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ ചുരുക്കം ചില ആളുകളുണ്ട്, ചുരുക്കം ചിലതെന്ന് പറയാനായിട്ട് സാധിക്കില്ല, ശരിക്കും ഒരു മെജോറിറ്റി ആളുകളുണ്ട്, ഇവർ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ശരീരം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഓരോ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇത്തവണ കിട്ടുമോ, ഇത്തവണ പോസിറ്റീവ് ആകുമോ, അയ്യോ എനിക്ക് പീരീഡ് ആകാൻ പോകുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ബ്രസ്റ്റിൽ ചേഞ്ചസ് വരുന്നില്ല, എനിക്ക് സെർവിക്കൽ മ്യൂക്കസ് വരുന്നില്ല, എനിക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല, അപ്പോൾ എനിക്ക് ഇത്തവണയും കിട്ടില്ല, ഇങ്ങനെ അങ്ങനെ അടിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് കിട്ടില്ല 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 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് കിട്ടും 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 എന്ന് നമ്മൾ അതിയായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് കിട്ടും. പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയവരുണ്ട്, 17 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയവരുണ്ട്, ഒന്നും ചെയ്യാതെ പ്രഗ്നൻ്റ് ആയവരും ഉണ്ട്. അപ്പോൾ ഈ 30 വർഷം വരെ അവർ ആ ഹോപ്പ് വിടാതെ അവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തത് കൊണ്ടാണ് അങ്ങനെയുള്ളവർ പ്രഗ്നൻ്റ് ആകുന്നത്. എന്നാൽ ആ ഒരു ഹോപ്പും ഇല്ലാതെ നമ്മൾ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്ന് ഒരു തരത്തിലുള്ള ഒരു നിർബന്ധവും ഇല്ല. പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു ഹോപ്പ് കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ പ്ലേബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാം കേട്ടോ. എന്നിരുന്നാൽ കൂടി തന്നെയും പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷനും സ്ട്രെസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നൊരു ഹോപ്പ്, എനിക്കൊരു കുഞ്ഞുണ്ടാകും എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ ചുമരിൽ ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫോണിൽ വാൾപേപ്പറായിട്ട് ഇടുന്നതോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ക്രീൻ ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ മുൻപോട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊന്ന് സ്റ്റക്കായിട്ട് ആ ഫോട്ടോയിൽ നിൽക്കും. നമ്മൾ ആ കുഞ്ഞിനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങും, നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങും. ഒരു കുഞ്ഞിൻ്റെ ഒരു ഓമനത്തുള്ളൊരു മുഖം കാണുമ്പോൾ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ ഒരു ഓമനത്തുള്ളൊരു മുഖം നമ്മൾ കാണുമ്പോഴേക്കും നമ്മളൊന്ന് ഫ്രഷ് ആവും, ഒന്ന് സ്മൈലായിട്ട്, ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റ് വരാനായിട്ട് അത് നമ്മളെ ഒരുപാട് സഹായിക്കും. അങ്ങനെ നിങ്ങളൊരു ഫോട്ടോ ചുമരിൽ ഒട്ടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും സംസാരിക്കുമ്പോഴേക്കും കുഞ്ഞിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് എൻ്റെ ജീവിതത്തിലോട്ട് നീ കടന്നു വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ഓരോ കാര്യങ്ങളും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. നമ്മൾ സാധാരണ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് മെഡിസിൻ എടുക്കുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ എഗ്ഗ് ഒന്ന് വളരുന്നതിന് വേണ്ടിയിട്ട്, എഗ്ഗ് ഒന്ന് പൊട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ആ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കില്ല. അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫിഷ് കഴിക്കാത്തവരുണ്ടാകും, മുട്ട കഴിക്കാത്തവരുണ്ടാകും, പാല് കുടിക്കാത്തവരുണ്ടാകും, അതുപോലെ ചിക്കൻ കഴിക്കാത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു ശീലം ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം.
നമുക്കറിയാം നമ്മളൊരു സീഡ് കൊണ്ടേ ഒരു വിത്ത് കൊണ്ട് നമ്മൾ മുളപ്പിക്കാനായിട്ട് അവിടെ പാകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്തോരം നമ്മൾ ഗുണം എന്തോരം നമ്മൾ വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ അത്രയും അധികം അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ കൂടുതലായിരിക്കും. നമ്മൾ ഒരു വളവും കൊടുക്കാതെ വളരുന്നൊരു ചെടിയും നമ്മൾ വളങ്ങളെല്ലാം കൊടുത്തിട്ട് വളരുന്നൊരു ചെടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വളങ്ങളെല്ലാം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുകയാണ്. ഈ ഒരു മാസം എൻ്റെ പീരിയഡ്സ് കഴിഞ്ഞു, ഈ ഒരു ദിവസം മുതൽ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരു ദിവസം ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നു, കഴിയുമെങ്കിൽ 2 ഗ്ലാസ് രാവിലെയും വൈകുന്നേരവും പാൽ നിങ്ങൾ കുടിക്കുന്നു. അതിലൂടെ കാൽസ്യം നമ്മുടെ കുഞ്ഞിന് കിട്ടും. അത് നമ്മുടെ ശരീരത്തിൽ എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട് ഞാൻ മുട്ട കഴിക്കുന്നു, രാവിലെയും വൈകിട്ടും. രാവിലെ ഒരു ഫുൾ എഗ്ഗ് നമ്മൾ കഴിക്കുന്നു, അതായത് മഞ്ഞയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്നു. വൈകുന്നേരം നമ്മൾ കഴിക്കുമ്പോൾ വെള്ളം മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു. ഫ്രൂട്ട്സ്, ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. അവോക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നിങ്ങൾക്കത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ സാധാരണ ഫ്രൂട്ട്സുകൾ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മിനിമം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം എനിക്ക് പീരിയഡ്സ് കഴിഞ്ഞു, ആ ഒരു ഫ്ലോയൊക്കെ പീരിയഡ്സിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഓവുലേഷൻ നടക്കാനായിട്ട് ക്ലോവ് വാട്ടർ കുടിക്കുക. അതായത് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പു ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ എക്സസൈസുകൾ മാത്രം നമ്മൾ ചെയ്യുന്നു. ഓവുലേഷൻ ടൈം കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അതൊരു സ്പെഷ്യൽ ക്ലോസിലിട്ടിട്ട് ഞാൻ പറയുകയാണ്, എൻജോയ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ ഫെർട്ടിലിറ്റി മസാജുകളും യോഗകളും ഒക്കെ ചെയ്യണം. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ആ കുഞ്ഞിൻ്റെ ഫോട്ടോ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും കുഞ്ഞുണ്ടായില്ലേ, എന്തുകൊണ്ട് വൈകുന്നു, നിനക്കാണോ കംപ്ലയിൻറ്റ്, ഹസ്ബൻഡിനാണോ കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് ആണോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചുറ്റും കിടന്നിങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നുണ്ടാകും. നിങ്ങൾ ആ തോട്ട്സൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങളൊന്ന് ഡിപ്രസ്ഡായി അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ്ഡായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അവസരത്തിൽ ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ നിങ്ങൾ നോക്കുക. നമ്മുടെ മൂത്ത കുഞ്ഞിൻ്റെ ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ, ആ കുഞ്ഞിൻ്റെ ഒരു ഓമനത്തുള്ളൊരു ഫോട്ടോ നിങ്ങൾ നോക്കുക. എനിക്ക് കിട്ടും അതുപോലൊരു കുഞ്ഞിനെ, ഒരു ഓമനത്തുള്ള എൻ്റെ മൂത്ത കുഞ്ഞിനെ പോലെയുള്ള ഓമനത്തുള്ള അത്രയും കൊഞ്ചിക്കാനും ലാളിക്കാനും പറ്റുന്നൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മൂത്തതായിട്ടൊരു കുഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ചുമരിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഓമനത്തുള്ളൊരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു തവണ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആകാം, 1, 2, 3, 4, 5 തവണ നിങ്ങൾക്ക് നെഗറ്റീവ് ആകാം. പക്ഷേ നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കത് തുടർച്ചയായിട്ട് പോസിറ്റീവ് ആകാനായിട്ട് ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സിലോട്ട് പോകുന്ന ഓരോ സമയത്തും നിങ്ങൾ പീരിയഡ്സ് ആകുന്നതിനും ആ ഒരു സമയം മുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്താ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് ആയിപ്പോവും. കാരണം ഒന്നിനും ഒരു സക്സസ്ഫുൾ റിസൾട്ട് നമുക്ക് തരാനായിട്ട് ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുക. ഒന്നും കൂടി പറയാം, നിങ്ങൾ ആ ഒരു സമയം മുതൽ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ കുഞ്ഞിന് അല്ലെങ്കിൽ നിങ്ങളുടെ എഗ്ഗിന് ആഡ് ഓൺ ആയിട്ട് ഒരു ബെനഫിറ്റ് തരുന്ന ഭക്ഷണമായിരിക്കണം. ജങ്ക് ഫുഡോ പ്രോസസ്ഡ് ഫുഡോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ ഒന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക. 1, 2, 3 മാസം നിങ്ങളതൊന്ന് കഴിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ചുറ്റുപാടിലും നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലിലും ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള അല്ലാത്ത ഫുഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഷവർമ നമ്മൾ കഴിക്കുന്നു, അൽഫാം നമ്മൾ കഴിക്കുന്നു, കുഴിമന്തി നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രോസസ്ഡ് ഫുഡോ അല്ലെങ്കിൽ പാക്കേജ്ഡ് ഫുഡോ നമ്മൾ കഴിക്കുന്നത് ഇതിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് തരുന്ന വസ്തുക്കളോ ഒക്കെ നമുക്ക് ശരീരത്തിലൊരു ബെനിഫിറ്റുകളും തരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ കഴിക്കാതെ നിങ്ങൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് തോട്ട്സ് മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാനായിട്ട് ഇത് സഹായിക്കും. തുടക്കത്തിലേ പറഞ്ഞ പോലെ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കുറച്ച് ലാഗായി പോയിട്ടുണ്ടെന്ന് എനിക്ക് പറയാം, പക്ഷേ പറയണമെന്ന് തോന്നി. ഒരുപാട് പേര് എന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്നെ വിശ്വസിച്ച് അവർ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ എത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ സ്ട്രെസ്സും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിലാക്കുന്നതിന് ഒരു 70% വരെ കാരണമാകും. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും